സിനിമാ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ. മലയാള സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ പിന്തുണ നൽകിയ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. കുറിച്ചായിരുന്നു ആഘോഷം. അവാർഡ് പ്രഖ്യാപനത്തിനു ശേഷം ഇന്ന് രാവിലെ 6:30 ചെന്നൈയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മോഹൻലാൽ എളമക്കരയിലെ വീട്ടിലെത്തി അമ്മയെ കണ്ടതിനു ശേഷമാണ് സഹപ്രവർത്തകരുടെ കൂടെ ആഘോഷത്തിന്റെ ഭാഗമായത്. എല്ലാ മീഡിയക്കാർക്ക് വേണ്ടി 48 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം തന്നെ വളർത്തിയ മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായും ഇനിയും നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും മോഹൻലാൽ പറഞ്ഞു. സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 48 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിൻ്റെ ലെഗസി, അതിൻ്റെ ആർട്ടിസ്റ്ററി, അതിൻ്റെ അൺവേവറിങ് സ്പിരിറ്റ്. അതുമാത്രമല്ല, എന്നോടൊപ്പം 48 വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച പലരും ഇന്നില്ല. അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. കാര്യം നല്ല സിനിമകളുണ്ടാകട്ടെ. എനിക്ക് മാത്രമല്ല, നല്ല സിനിമകളുണ്ടാകണം. മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകളുണ്ടാകണം. നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം, സംവിധായകരുണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതാണ് എൻ്റെ സ്വപ്നം. 2 പതിറ്റാണ്ടിനു ശേഷമാണ് മലയാള സിനിമയ്ക്ക് വീണ്ടും ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതി ലഭിക്കുന്നത്. മോഹൻലാലിന്റെ സിനിമകൾ ചരിത്ര വിജയം നേടിയ വർഷം തന്നെ അദ്ദേഹം അവാർഡിന് അർഹനായ സന്തോഷത്തിലാണ് മലയാള സിനിമ ആരാധകർ. കൈരളി ന്യൂസ്, കൊച്ചി.